വീടിൻ്റെ അടുത്തുള്ള വേലിപ്പടർപ്പിൽ കണ്ടൊരു ചെടിയാണ് കേട്ടോ അത്. ഇതിന് കാട്ടുതുളസി എന്നാണ് പറയുക, കാട്ടുതൃത്താവ് എന്നും പറയും. ഇതൊരു ഔഷധ ചെടിയാണ്. ഇത് സാധാ തുളസി പോലെ തന്നെയാണ്, കുറച്ച് വലിപ്പമുള്ള ഇലയാണെന്ന് മാത്രം. അതിൻ്റെ തുളസിയുടെ അതുപോലുള്ള കതിരുകളൊക്കെ തന്നെയാണ്. തലവേദനയ്ക്കും ചെവിവേദനയ്ക്കും ഒക്കെ ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചുക്ക് കാപ്പിയിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ പനിക്കൊക്കെ കുറവ് കിട്ടുമെന്നാണ് പറയണത്. അപ്പം ഞാനെന്തായാലും അതിൻ്റെ ആ ഇലയും ആ കതിരൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുന്നു, വീട്ടിൽ പാവി നിർത്താൻ വേണ്ടിയിട്ട്. ഔഷധ ചെടിയല്ലേ. ഇതിൻ്റെ ഈ ഉണങ്ങിയ കതിരിന് ഇതുപോലെ ഞാൻ മണ്ണിലിട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് മുളച്ച് പൊന്തി ചെറിയ തയ്യൊക്കെ ആകുമ്പോൾ വേർതിരിച്ച് നടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 4 മണി ചായക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കണേ. കുറച്ച് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്തിട്ട് ദോശ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും വൈകുന്നേരം വരുമ്പോഴേക്ക് എന്നാൽ ചായക്ക് ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു രാവിലെ വെച്ചത്, മീൻകറിയും കൂടെ കൂട്ടിയിട്ടാണ് ദോശ കഴിച്ചത്. രാത്രിയിലേക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരുന്നു, അതും കൂടി എടുത്ത് മീൻ ഒക്കെ നല്ല ഫ്രൈ ആക്കി വെച്ചു. കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതിനെ താളിച്ചും വെച്ചു. വെറുതെ കടുക് പൊട്ടിച്ച് എണ്ണയും കടുകൊക്കെ ആക്കി മുളക് പൊടി മാത്രം ഇട്ടിട്ട് താളിച്ച് വെച്ചു. തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് കേട്ടോ ചീരക്കറി വെച്ചത്. അങ്ങനെ വെറുതെ താളിച്ചെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.